പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദു അനിയെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങുവാണ്. അനാമികയും അവരുടെ വീട്ടുകാരും ഒരു ഫ്രോഡാണെന്ന് നന്ദുവിന് മനസ്സിലായി. കൂടാതെ അനി ഒരു ഭർത്താവായിട്ട് അനാമിക അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും നന്ദുവിനറിയാം. നന്ദു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴൊക്കെ അനി നന്ദുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചിരുന്നു. അത് പിന്നീട് നന്ദുവിനും വലിയ ഇഷ്ടമായി തുടങ്ങുവാണ്. പരസ്പരം അതിരുവിട്ട ബന്ധമൊക്കെ നന്ദുവും അനിയും തമ്മില് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നന്ദുവിന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് 3-4 ദിവസം നന്ദുവിന് ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നുന്നു. എന്നാ നന്ദു അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് നന്ദുവിന് പെട്ടെന്ന് തലകറക്കം വരുന്നത്. തലകറങ്ങി നന്ദു വീഴാനായിട്ട് പോകുമ്പോ കനക വന്ന് പിടിക്കുന്നുണ്ട്. എന്താ നന്ദു, നിനക്ക് എന്താ പറ്റിയേ? ഗോവിന്ദനും അങ്ങോട്ട് വരുന്നുണ്ട്. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, നന്ദുട്ട എന്താ പറ്റിയ മോൾക്ക് എന്തെങ്കിലും വയ്യായുണ്ടോ? ഇല്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഏതു നേരവും ജോലിയെന്നും പറഞ്ഞ് നീ നടക്കുവല്ലേ. പാർട്ട് ടൈം ജോലിയും ക്ലാസ്സും അതെല്ലാം കഴിഞ്ഞു വന്ന് എന്നെ സഹായിക്കാനായിട്ട് ഇരിക്കും. അതുകൊണ്ടൊക്കെയാ ഈ ക്ഷീണം. കനകെ, നീ എന്തായാലും മോളുമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോ. ചിലപ്പോ തലകറക്കം, ബ്ലഡ് കുറവ് എന്തെങ്കിലും ആയിരിക്കും. നീ എന്തായാലും മോളെ കൂട്ടിപ്പോ എന്ന് കനകയോട് പറയുന്നുണ്ട്. നന്ദുവിനെ കൂട്ടി കനക ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ എത്തുന്നതും അറിയുന്നത് ഞെട്ടിക്കുന്ന സത്യമായിരിക്കും. നന്ദു ഗർഭിണിയാണെന്ന് ഡോക്ടർ കനകയുടെ മുഖത്ത് നോക്കി പറയുന്നു. കനക ഞെട്ടി വിറച്ചു നിൽക്കുവാണ്. ഡോക്ടർക്ക് തെറ്റ് പറ്റിയതായിരിക്കും. എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. മോൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്ന് മോളോട് തന്നെ ചോദിക്കുക എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എടി, നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നേ എന്നൊക്കെ കനക നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ബഹളം വെക്കുന്നത് ഇവിടെ വെച്ച് വേണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ചെയ്താൽ മതി. ഇതേ ഒരു ഹോസ്പിറ്റലാ എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. കനക ആകെക്കൂടെ ഷോക്കിലാണ് വീട്ടിലോട്ട് കയറി വരുന്നത്. നന്ദുവും കനകയോട് ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, കനകെ, ഡോക്ടറെ കാണിച്ചോ? എന്തു പറഞ്ഞു ഡോക്ടർ? മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗോവിന്ദൻ ചോദിക്കുന്നതിനൊന്നും കനക മറുപടി പറയുന്നില്ല. കനക ഉള്ളിലോട്ട് തലതാഴ്ത്തി അങ്ങ് പോകുന്നുണ്ട്. നന്ദുട്ട, എന്താടാ പ്രശ്നം എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു. നന്ദുവും അതുപോലെ തലതാഴ്ത്തി പോകുന്നു. നന്ദു റൂം കയറി കഥ കടയ്ക്കുന്നുണ്ട്. പിന്നീടായിട്ട് ഗോവിന്ദൻ കനകയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. കനക പൊട്ടിക്കരയുമായിരിക്കും. കനകയോട് ഗോവിന്ദൻ ചോദിക്കുക, എന്താ കനകെ, എന്താ പ്രശ്നം? നീ എന്തിനാ കരയുന്നേ? മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ മഹാഭാബി നമ്മളെ ചതിച്ചു. നമ്മുടെ 2 മക്കളും നമ്മളെ ചതിച്ചില്ല ഗോവിന്ദേട്ടാ. എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നന്ദു ഗർഭിണിയാണെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ഗോവിന്ദേട്ടാ, നന്ദു ഗർഭിണിയാ. നവ്യയും ഇതുപോലെ കല്യാണത്തിന് മുൻപ് ഗർഭിണിയായി. എന്നാ അവളുടെ ജീവിതം ഇപ്പോ തരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അബീനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിൽ തന്നെയാ അവള് ജീവിക്കുന്നേ. എന്നാ ഇവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത്. ഇവള് വലിയ പോലീസുകാരിയാവും എന്തൊക്കെയായിരുന്നു. എന്നിട്ടിപ്പോ ഇവളെ അവസ്ഥ കണ്ടില്ലേ? അങ്ങനെ ഗോവിന്ദന് നെഞ്ചുവേദന വരുന്നുണ്ട്. നെഞ്ചുവേദന വന്ന് ഗോവിന്ദൻ അവിടെ ഇരിക്കുകയാണ്. ഗോവിന്ദേട്ട, എന്താ പറ്റിയേ? അയ്യോ ഗോവിന്ദേട്ട, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട്. കനകെ, ഞാൻ ഇങ്ങനെ അങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു. എനിക്ക് ജീവിക്കണമെന്നില്ല. ഇതൊക്കെ കാണുന്നതിലും നല്ലത് എന്നെ ദൈവം പെട്ടെന്ന് അങ്ങ് വിളിക്കുന്നതാ എന്നൊക്കെ ഗോവിന്ദൻ സങ്കടത്തോടു കൂടി കനകയോട് പറയുന്നുണ്ട്. കനകയാണെങ്കിൽ ഗോവിന്ദനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കനക ദേഷ്യത്തില് നന്ദുവിന്റെ കഥക തട്ടി തുറക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാടി, നീ പറയടി, ആരാ ഇതിന്റെ ഉത്തരവാദി? അതമ്മേ, എന്നോട് അമ്മ ചോദിക്കല്ലേ, പിന്നെ ഞാൻ ആരോടാടി ചോദിക്കണ്ടേ? പറയടി മഹാബാബി, നീ ഇത്രയും നാളും ഞങ്ങളെയൊക്കെ ചതിക്കായിരുന്നു അല്ലേടി? നിന്നെ ഞങ്ങൾ എത്രമാത്രം വിശ്വസിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ഈ ചതി വേണമായിരുന്നോ? കനക അങ്ങനെ നന്ദുവിനെ അടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൈകൊണ്ട് അടിക്കുക. ഇത് കണ്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, മതി കനകെ, ഇനി നീ അവളെ തല്ലണ്ട. അവളെല്ലാം പറയും. ഇപ്പോ നീ ഒന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞ് നന്ദുവിനെ പറഞ്ഞു വിടുന്നുണ്ട്. ഇനി എന്താ ഗോവിന്ദേട്ടാ നമ്മൾ ചെയ്യാം? നീ എന്തായാലും നയന മോളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. അങ്ങനെ നയനയെ വിളിക്കുന്നുണ്ട്. നയന വളരെ സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കുക. ഈ സമയത്ത് കനക ചോദിക്കുന്നുണ്ട്, മോളെ നീ ഓഫീസിലാണോ? അല്ലമ്മേ, ഞാൻ വീട്ടിലാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, വേഗം ഇങ്ങോട്ട് വാ. എന്താ അമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല, നീ വേഗം ഇങ്ങോട്ട് വാ. അമ്മയുടെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ പറ, ഞാൻ ആദർശേട്ടനെ കൂട്ടിയിട്ട് വരാം. ആദർശനൊന്നും കൂട്ടണ്ട, നീ തനിയെ വന്നാൽ മതി.
ഇങ്ങോട്ടാ വരുന്നതെന്ന് ആരോടും പറയണ്ട. അങ്ങനെ നയന പേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ കനകദുർഗ സത്യങ്ങളെല്ലാം നയനയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് നയന ഷോക്കിൽ നിന്ന് മാറുന്നുണ്ടായിരിക്കില്ല. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ നന്ദുട്ടിനാണോ? ആ മോളെ, ഇത് കേട്ടപ്പോ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവൾ എവിടെ? നന്ദു. അങ്ങനെ നന്ദു വരുന്നുണ്ട്. നന്ദു തല താഴ്ത്തി സങ്കടപ്പെട്ടാണ് വരുന്നത്. എന്താ നന്ദു, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത്. നിനക്ക് എന്താ സംഭവിച്ചത് നന്ദു? അങ്ങനെ നന്ദു സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അനിയാണെന്നുള്ള ആ വലിയ സത്യം, അന്ന് രാത്രി നടന്നതെല്ലാം തുറന്നു പറയുകയാണ് നന്ദു. ഇത് കേൾക്കുന്നതും വീണ്ടും ദേഷ്യത്തോടു കൂടി കനക തല്ലാനായിട്ട് ചെല്ലുന്നുണ്ട്. അമ്മേ, അവളെ ഇനി തല്ലണ്ട. അനി ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തിയവനാ. അവനുമായിട്ട് ഇങ്ങനെ രീതിക്കൊക്കെ നീ മുന്നോട്ട് പോകുന്നത് തെറ്റാണെന്ന് നിനക്ക് തോന്നിയില്ലേ? നന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വാ, എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് നയന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് നന്ദുവിനെ. എന്നാ ഹോസ്പിറ്റല് അനാമികയും വേണുവും രേവതിയും ഉണ്ടായിരിക്കും. രേവതിയെ ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നതായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് അവിടെ വെച്ച് നമ്മുടെ നയനയെയും നന്ദുവിനെയും കാണുന്നത്. രണ്ടുപേരുടെയും മുഖത്തുള്ള ടെൻഷനൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ വശപ്പശക്ക് തോന്നുന്നുണ്ട് അനാമികയ്ക്ക്. അനാമിക അത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്. അച്ഛാ, അവളുമാരെന്താ ഇവിടെ? ഇനിയിപ്പോ ആ നയന എന്ന് പറഞ്ഞവള് ഗർഭിണിയായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ആ മൊട്ടച്ചിയെ കൂട്ടി വരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആദർശിനെ കൂട്ടിയല്ലേ വരൂ. അതുകൊണ്ട് അതാവാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും നമുക്കത് പോയി നോക്കാം അച്ഛാ. എന്തിനാ ഹോസ്പിറ്റലിലോട്ട് വന്നെന്നറിയാലോ. എന്നാ വാ, നമുക്ക് പോയി നോക്കാം എന്ന് വേണുവും രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ഉള്ളിലോട്ട് കയറുക. ഇങ്ങനൊരു അബദ്ധം പറ്റിയത് ഡോക്ടറുടെ അടുത്ത് പറയുന്നു. ഡോക്ടറാണെങ്കിൽ അതിനെ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടു കൂടി നന്ദുവും നയനയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ അവർ പോയ തക്കത്തില് എന്ത് കാണിക്കാനാണ് വന്നതെന്ന് അനാമികയും വേണുവും അന്വേഷിക്കുന്നുണ്ട്. അവിടെ വെച്ച് സത്യങ്ങളെല്ലാം അനാമിക മനസ്സിലാക്കുക. അങ്ങനെ നന്ദു ഗർഭിണിയാണെന്ന് അനാമിക മനസ്സിലാക്കുന്നു. പിന്നീടായിട്ട് വേണു പറയുന്നുണ്ട്, മോളെ, അവള് ഗർഭിണിയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ഭർത്താവ് തന്നെയായിരിക്കും ആ കുഞ്ഞിന്റെ അച്ഛൻ. അതിലൊരു സംശയവുമില്ല. ഇത് കേട്ട് അനാമിക കാലി തുള്ളി അനന്തപുരിയിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് ജാനകിയോട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അമ്മയുടെ മോനെ അത്ര നല്ല പുള്ളിയൊന്നുമല്ല. അവളുണ്ടല്ലോ, അവന്റെ കാമുകി നന്ദു, അവള് ഗർഭിണിയാ. അവള് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പോയത് ഞാൻ കണ്ടതാ. അവിടെ വെച്ച് നേഴ്സ് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട് ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട്. അനി തന്നെയായിരിക്കും ആ കുഞ്ഞിന്റെ ഉത്തരവാദി. എൻ്റെ മോൻ അത്രക്കാരനൊന്നുമല്ല. അത് അമ്മയ്ക്ക് തോന്നുവല്ലേ. അവൻ തന്നെയാ ഇതിന് ഉത്തരവാദി, അതെനിക്ക് ഉറപ്പാ എന്ന് തറപ്പിച്ച് പറയാണ് അനാമിക. ഇത് കേൾക്കുന്നതും ജാനകിക്കും സംശയം തോന്നുന്നുണ്ട്. അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട്. അനിയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നീ എങ്ങോട്ടാടാ പോകുന്നേ? നിന്റെ കാമുകിയെ കാണാനാണോ ആ നന്ദുവിനെ? അവൾക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ് നീ അവളെ കാണാനായിട്ട് പോവുകയാണോ? നീ എന്തൊക്കെയാ പറയുന്നേ? അതേടാ, ഞാൻ എല്ലാം അറിഞ്ഞു. നിന്റെ കാമുകിക്ക് വിശേഷമുണ്ടെന്ന്, നീ ഒരു അച്ഛനാവാൻ പോകുന്നെന്ന്. വല്ലാത്ത ഞെട്ടലിലായിരിക്കും അനി നിൽക്കുന്നത്. അന്ന് ആ രാത്രി സംഭവിച്ച കാര്യങ്ങളെല്ലാം അനി ആലോചിക്കുന്നുണ്ട്. അനിക്ക് നന്ദുവിനെ എത്രയും വേഗം കാണണമെന്നായിരിക്കും മനസ്സിൽ. എന്നാ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങി പോകണമല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതിന് നന്ദു പറഞ്ഞോ ഞാനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന്? അങ്ങനെ അനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാ. വിവരം അറിഞ്ഞ് നന്ദുവിനെ കാണാനായിട്ട് അനി നന്ദുവിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അനിയെ കാണുന്ന കനക അനി എവിടുന്ന് ആട്ടി ഇറക്കുന്നുണ്ട്. ആൻറ്റി, ഞാനൊന്ന് കണ്ടോട്ടെ നന്ദുവിനെ. നീ കാണണ്ട. നീ ഞങ്ങളെയൊക്കെ ചതിച്ചില്ലേ? നിന്നിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ആൻറ്റി, അങ്ങനെ പറയല്ലേ. ഞാൻ നന്ദുവിനൊന്ന് കണ്ടോട്ടെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്. എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനും നന്ദുവും ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാ ഞങ്ങൾ സ്വപ്നം കണ്ടത്. നീയേ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാ. അത് ആലോചിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നേ? അവൾ എന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നന്ദുവായിട്ട് മുന്നോട്ട് ജീവിക്കാനേ ഇഷ്ടം. ഇനി എന്തൊക്കെ വന്നാലും നന്ദുവിനെ ഞാൻ കൈ ഒഴിയില്ല എന്ന് അനി കനകദുർഗയോട് പറയുന്നുണ്ട്. അനിയുടെ ശബ്ദം കേട്ട് നന്ദു പുറത്തോട്ട് വരുന്നുണ്ട്.